ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം മത്സരങ്ങളിലൊന്നാണ് ഇന്ന് ജയ്പൂരിൽ നടന്നത്. ആദ്യം ബാറ്റ് ചെയ്ത റോയൽസ് നേടിയത് 173 റൺസ് മാത്രമാണ്. മറുപടി ബാറ്റിംഗിൽ 17.3 ഓവറിൽ RCB വിജയം കണ്ടു. ബാറ്റ് കൊണ്ടും ഫീൽഡിങ്ങിലും ബോൾ കൊണ്ടുമെല്ലാം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡിങ്ങിലുമെല്ലാം റോയൽസ് സമ്പൂർണ്ണ പരാജയമായിരുന്നു. ജയ്സ്വാൾ മാത്രമാണ് ആശ്വാസമായി നിന്നത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ റോയൽസ് ജയ്സ്വാളിന്റെയും റിയാൻ പരാഗിന്റെയും ധ്രുവ് ജുറലിന്റെയും റൺസിന്റെ ബലത്തിലാണ് 173 റൺസ് അടിച്ചത്. ആധുനിക T20 റെക്കോർഡ് കണക്ക് വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറഞ്ഞ സ്കോർ തന്നെയായിരുന്നു. 47 പന്തിൽ 10 ഫോറും 2 സിക്സും അടക്കം 75 റൺസ് ജയ്സ്വാൾ നേടിയപ്പോൾ 19 പന്തിലാണ് സഞ്ജു 15 റൺസ് നേടിയത്. സഞ്ജു ഒരുപാട് സ്ട്രഗിൾ ചെയ്ത മത്സരം കൂടിയായിരുന്നു ഇത്. 22 പന്തിൽ പരാഗ് 30 റൺസും 23 പന്തിൽ ജുറൽ 35 റൺസും നേടി. RCB ബോളിംഗിൽ എല്ലാ താരങ്ങളും മികച്ചു നിന്നു. ഭുവനേശ്വർ കുമാറും ദയാലും ഹേസൽവുഡും കൃണാൽ പാണ്ഡ്യയും എല്ലാം വിക്കറ്റ് നേടി. നിർണായക സമയത്തെ ഡോട്ട് ബോളുകളാണ് മത്സരത്തിൽ ഏറെ നിർണായകമായത്. റൺസ് കണ്ടെത്താൻ രാജസ്ഥാൻ ബാറ്റർമാർ നന്നായി സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയും ഈ മത്സരത്തിലൂടെ കണ്ടു. മറുപടി ബാറ്റിംഗിലാകട്ടെ ബാംഗ്ലൂരുവിന് ചടങ്ങുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 92 റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് അവസാനിക്കുന്നത് 8ാം ഓവറിലാണ്. മത്സരം അപ്പോഴേക്കും രാജസ്ഥാൻ കൈവിട്ടിരുന്നു. തുടക്കത്തിൽ വിക്കറ്റ് എടുത്ത് ആക്രമിച്ച് കളിക്കാൻ ആർക്കും തന്നെ സാധിച്ചില്ല. അതേസമയം ദേശ്പാണ്ഡെയും സന്ദീപ് ശർമ്മയും തീക്ഷ്ണയും ഹസരംഗയും എല്ലാം റൺസ് വഴങ്ങിയപ്പോൾ നിരാശ മാത്രമാണ് രാജസ്ഥാൻ ഉണ്ടായിരുന്നത്. ഫീൽഡിങ്ങിലും രാജസ്ഥാൻ കനത്ത പരാജയമായിരുന്നു. ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തും മിസ് ഫീൽഡിലൂടെയും നിരവധി റൺസുകളാണ് RCB നേടിക്കൂട്ടിയത്. 65 റൺസ് നേടിയ ഫിൽ സോൾട്ടിന്റെയും 62 റൺസ് നേടിയ വിരാട് കോഹ്ലിയുടെയും 40 റൺസ് നേടിയ ദേവദത്ത് പടിക്കലിന്റെ ബലത്തിലാണ് RCB വിജയം കണ്ടത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രത്തോളം എവേ മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് RCB സീസൺ ആരംഭിക്കുന്നത്. RCB വിജയിച്ച 4 മത്സരങ്ങളും എവയിലായിരുന്നു. 2 ഹോം പരാജയങ്ങളാണ് ഈ സീസണിൽ നേരിട്ടത്. സമ്പൂർണ്ണ ആധിപത്യത്തോടു കൂടിയാണ് RCB കളിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടൂർണമെന്റ് പുരോഗമിക്കും തോറും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ RCBയിൽ സംഭവിക്കാം.